ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങാക്കറി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കറിയാണ് നാരങ്ങാക്കറി. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 2 നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ നല്ല മഞ്ഞ നിറത്തിലുള്ള നാരങ്ങ നോക്കിയിട്ട് വാങ്ങുക. ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് തൊലി കളഞ്ഞെടുക്കണം. അധികം കയ്പൊന്നുമില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങാക്കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ 2ന്റെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുവെല്ലാം മാറ്റി കളയണം. അതിനുശേഷം നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം എല്ലാതും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് അളവ് പറയുകയാണെങ്കിൽ 250 ml കപ്പിൽ 1.5 കപ്പാണുള്ളത്. ഇനി വേണ്ടത് ഇതുപോലത്തെ വെള്ള നിറത്തിലുള്ള മുളകാണ്. ഇങ്ങനത്തെ മുളക് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ വാങ്ങിക്കുക. ഇതിനാണ് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവുക. നമ്മുടെ നാരങ്ങാക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് ഈ മുളകാണ്. അപ്പോൾ അതൊരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിനധികം എരിവുണ്ടാവില്ല. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മൺചട്ടിയിലാണ് നാരങ്ങാക്കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം കായാണ് ഇട്ട് കൊടുക്കുന്നത്. വളരെ ചെറിയ കഷ്ണമാണ്. മുഴുവനായിട്ടുള്ള കായ ഇല്ലെങ്കിൽ കായത്തിൻ്റെ പൊടി 2 നുള്ളു ഇട്ട് കൊടുത്താലും മതി. കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ നാരങ്ങാക്കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് അധികം എരിവ് ഉണ്ടാവില്ല. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ മസാലപ്പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ടൊന്ന് പോയി കിട്ടണം. ഇനി ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് എടുക്കാം. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ 1 കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ശർക്കരയാണ്. ഒരു മീഡിയം സൈസിലുള്ള ഒരു അച്ച് ശർക്കരയുടെ പകുതിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല, കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാതും ചേർത്ത് നന്നായിട്ട് തിളച്ചു വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഓണസദ്യയിലുള്ള ഇഞ്ചിക്കറിയുടെയും അതുപോലെ തന്നെ കറികളുടെയും പായസത്തിൻ്റെയും ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കാണാനായിട്ട് മറക്കരുത്. ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 മിനിറ്റോളം നന്നായിട്ട് ഇതുപോലെ തിളച്ച് വരണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തിളയ്ക്കുന്നതെല്ലാം നന്നായിട്ട് നിന്നതിന് ശേഷമാണ് നമ്മൾ നാരങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കേണ്ടത്. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ നാരങ്ങാക്കറി നല്ല കയ്പായിരിക്കും.
അപ്പോൾ കുറച്ചൊന്നും ചൂടാറിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാൻ. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഉപ്പും പുളിയെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് ഇത്തിരി കുറവുണ്ട്, അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളി കൂടുതലുണ്ടെങ്കിൽ ശർക്കര കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയും മധുരവും എല്ലാം കറക്റ്റ് ആയാലാണ് നമ്മുടെ നാരങ്ങാക്കറി അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നാരങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ലൂസിലാണ് ഈ കറി ഉണ്ടാവുക. ഇതിപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ തലേ ദിവസമൊക്കെ ഇത് ഉണ്ടാക്കി വെക്കും. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.